എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എ കിങ് പ്രൊട്ടക്ട്സ് ഹിസ് കിങ്ഡം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു രാജാവിന്റെ ഏറ്റവും വലിയൊരു കടമ എന്ന് പറയുന്നത് തൻ്റെ രാജ്യത്തെ അല്ലെങ്കിൽ ആ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ പ്രജകൾ അല്ലെങ്കിൽ ആ രാജ്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ രാജാവും സ്വയം സംരക്ഷണം നേടിയിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഏതൊരു പ്രസ്ഥാനത്തിലും ആ പ്രസ്ഥാനത്തെ തകർക്കാനായിട്ട് ബാഹ്യമായിട്ടുള്ള ശത്രുക്കളുണ്ടാകും, ആന്തരികമായിട്ടുള്ള ശത്രുക്കളുണ്ടാകാം. നമുക്കറിയാം അല്ലേ? കാരണം പണ്ടത്തെ പല രാജാക്കന്മാരെയും ഇല്ലാതാക്കിയിരുന്നത് അവരുടെ ആ രാജ്യത്ത് കൂടെ ഉണ്ടായിരുന്ന ആ മന്ത്രിയോ അല്ലെങ്കിൽ ആ രാജ്യ സദസ്സിലുണ്ടായിരുന്ന ആരെങ്കിലും ഒരാളുടെ സഹായത്തോടു കൂടിയായിരിക്കും ശത്രു രാജ്യം ആ രാജ്യത്തെ ആക്രമിക്കുന്നതും കീഴടക്കുന്നതും. എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പ്രസ്ഥാനമാണെങ്കിൽ പോലും ആ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ആളുകൾ ഉണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള മറ്റ് ആ, സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, ശത്രുക്കൾ നമുക്കും ഉണ്ടാകാം. അപ്പൊ ഇതിലൊക്കെ നമുക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, ഒരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചടി ഉണ്ടായാൽ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ പറയുന്നത് വ്യക്തികൾ എന്നുള്ള രീതിയിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന കാര്യം മാത്രമല്ല, വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാശത്തിന് കാരണം പലപ്പോഴും നമ്മുടെ ആന്തരികമായിട്ടുള്ള ചിന്തകളുമായിരിക്കാം. അതാണ് ഉള്ളിലുള്ള ശത്രുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു അർത്ഥം അതാണ്. അപ്പം ചിലപ്പോൾ നമ്മളൊരു നേതാവായിട്ട് ഒരു വലിയൊരു സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സ്വാർത്ഥത അല്ലെങ്കിൽ നമ്മുടെ കോപം, അങ്ങനെയുള്ള പല നെഗറ്റീവായിട്ടുള്ള പല ക്യാരക്ടേഴ്സ് ഉണ്ടാകാം. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പം നമ്മളും ആ പ്രസ്ഥാനവും ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെയും നമുക്ക് എങ്ങനെ കീഴടക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചിന്തകളെ എങ്ങനെ നമുക്ക് നേർവഴിക്ക് നടത്തണം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കണം. ചിന്തിക്കുക മാത്രമല്ല, അത് നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരികയും വേണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്ഥാനത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ചുമതലയാണ്. അതിന് തടസ്സം നിൽക്കുന്നത് എന്താണെങ്കിലും അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവും നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കട്ടെ. അതുവഴി നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ, നല്ലൊരു നേതാവ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.